നമുക്കിന്ന് പൈനാപ്പിൾ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് ചെത്തി അരിഞ്ഞെടുക്കാം. പൈനാപ്പിളൊക്കെ നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് ജ്യൂസ് ഉണ്ട്, അതുകൊണ്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. പൈനാപ്പിൾ എല്ലാം നമ്മളിപ്പോൾ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ അരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ അരി ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണം. അരിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ അരിയൊക്കെ ഇതിനിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അതിനാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് ഒരു 4 മിനിറ്റ് വേവിച്ചെടുക്കാം. 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തോരനൊക്കെ ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ എടുക്കുമ്പോൾ അധികം വിളയാത്തത് വേണം എല്ലാവരും എടുക്കാൻ, അല്ലെങ്കിൽ ഇതിനൊരു പുളിപ്പുണ്ടാവും. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.